ഈ കുരങ്ങനെ കാണാൻ എന്തു രസമാ, കുട്ടിക്കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ.
ആലയിലുള്ള പശു. പാലു തരും പശു പൂവാലി പശു, ആലയിലുള്ള പശു. അമ്മ കറക്കും നേരത്ത് പാല് ചുരത്തും പൂവാലി. അമ്മ കറക്കും നേരത്ത് പാല് ചുരത്തും പൂവാലി. അരികത്തുള്ളൊരു കുഞ്ഞി പശുവിന് ഉമ്മ കൊടുക്കും പൂവാലി. അരികത്തുള്ളൊരു കുഞ്ഞി പശുവിന് ഉമ്മ കൊടുക്കും പൂവാലി. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. പാലും പുളിപ്പിച്ചമ്മ എനിക്കായി ചോറിന് കൂട്ടാൻ തൈര് തരും. പാല് പുളിപ്പിച്ചമ്മ എനിക്കായി ചോറിന് കൂട്ടാൻ തൈര് തരും. തൈര് കടഞ്ഞ് വെണ്ണ തരും, പിന്നെ എനിക്കായി മോര് തരും. തൈര് കടഞ്ഞ് വെണ്ണ തരും, പിന്നെ എനിക്കായി മോര് തരും. പാവം കുഞ്ഞി പശു അത് നോക്കി പാലും പൊക്കി പായും. പാവം കുഞ്ഞി പശു അത് നോക്കി പാലും പൊക്കി പായും. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. കുഞ്ഞിപ്പശുവിന് തൊടികളിലെല്ലാം തുള്ളിച്ചാടി നടന്നിടാം. കുഞ്ഞിപ്പശുവിന് തൊടികളിലെല്ലാം തുള്ളിച്ചാടി നടന്നിടാം. കുഞ്ഞാണല്ലോ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു പഠിക്കണം. കുഞ്ഞാണല്ലോ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു പഠിക്കണം. ആലയിലുള്ളൊരു കുഞ്ഞിപ്പശുവിനെ ഞാനും നോക്കിയിരിക്കും. ആലയിലുള്ളൊരു കുഞ്ഞിപ്പശുവിനെ ഞാനും നോക്കിയിരിക്കും. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. എന്റെ പശു, എന്റെ പശു, എന്റെ നല്ല പശു. രാജാവിന്റെ മുത്തശ്ശി സുഖമില്ലാതെ കിടപ്പിലാണ്. അദ്ദേഹത്തിന് തന്റെ മുത്തശ്ശിയെ വളരെ ഇഷ്ടമായിരുന്നു. കടുത്ത ദൈവവിശ്വാസിയായിരുന്നു ആ മുത്തശ്ശി. മാത്രമല്ല, അവർ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അവർക്ക് ധാരാളം ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒരു ദിവസം പ്രഭു, മുത്തശ്ശി അങ്ങേ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ദാ വരുന്നു. മകനെ, എന്റെ കാലം കഴിയാറായി. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് മുത്തശ്ശി? എന്താണെങ്കിലും പറഞ്ഞോളൂ. എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ കൊടുക്കാൻ ഒരാഗ്രഹം. തന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം അറിഞ്ഞ രാജാവ് അത് സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു. ആരവിടെ? എത്രയും വേഗം രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മധുര നാരങ്ങകൾ ശേഖരിച്ചു കൊണ്ടുവരുക. എന്നാൽ ഭടന്മാർ മധുര നാരങ്ങകളുമായി എത്തുന്നതിന് മുൻപ് തന്നെ ആ മുത്തശ്ശി മരണപ്പെട്ടു. പെട്ടെന്നുള്ള മുത്തശ്ശിയുടെ മരണം രാജാവിനെ വളരെയധികം ദുഃഖിതനാക്കി. ദിവസങ്ങൾ കടന്നുപോയിട്ടും രാജാവ് തന്റെ മുത്തശ്ശിയുടെ വേർപാടിൽ നിന്നും മുക്തനായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിന് തന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ച് ഓർമ്മ വന്നു. എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ കൊടുക്കാൻ ഒരാഗ്രഹം. ഏതു വിധേനയും മുത്തശ്ശിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്നാലേ മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുകയുള്ളൂ. ആരവിടെ? ഖജാഞ്ചിയോട് വരാൻ പറയൂ. അല്ലയോ ഖജാഞ്ചി, എന്റെ മുത്തശ്ശി അവസാനമായി ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അതെനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. തീർച്ചയായും പ്രഭു, അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്തായിരുന്നു ആ ആഗ്രഹം?
കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയ ഇനം മധുര നാരങ്ങ ദാനം നൽകാൻ ആഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് മുത്തശ്ശിയുടെ മരണം സംഭവിച്ചത്. അവസാനമായി മുത്തശ്ശി തന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ മാതാവിന് ആത്മശാന്തി ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ട ഗജാഞ്ചിയുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടി. ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, മുത്തശ്ശിക്ക് സഫലമാക്കാൻ കഴിയാത്ത അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ഉപായമുണ്ട്. ഇത് കേട്ട രാജാവ് ആകാംക്ഷയോടെ ഗജാഞ്ചിയോട് പറഞ്ഞു, ആ ഉപായം എന്തു തന്നെയായാലും എന്നോട് പറഞ്ഞാലും ഞാനത് മുത്തശ്ശിക്ക് വേണ്ടി നിറവേറ്റുക തന്നെ ചെയ്യും. പ്രഭു, മധുര നാരങ്ങയ്ക്ക് പകരം കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും സ്വർണ്ണ നാരങ്ങ ദാനം നൽകിയാൽ തീർച്ചയായും മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുന്നതായിരിക്കും. സ്വർണ്ണ നാരങ്ങ എന്ന് കേട്ടപ്പോൾ രാജാവ് ഒന്ന് അമ്പരന്നു. എന്നാലും മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ അത് സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ സ്വർണ്ണ നാരങ്ങ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു. ഇതിനായി എല്ലാവരെയും രാജാവ് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ വിവരമെല്ലാം അറിഞ്ഞ മന്ത്രി അത്യാഗ്രഹിയായ ഗജാഞ്ചിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഗജാഞ്ചിയെ ചെന്ന് കണ്ടു. അല്ലയോ ഗജാഞ്ചി, അടുത്ത ദിവസം എന്റെ മാതാവിന്റെ ചരമവാർഷികമാണ്. മരണത്തിനു മുമ്പ് മാതാവിന്റെ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാവർക്കും ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദാനത്തിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാളെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ദാനം സ്വീകരിക്കണം. തീർച്ചയായും ഞാൻ അങ്ങയുടെ വീട്ടിൽ വരുന്നതായിരിക്കും. പക്ഷേ രാവിലെ രാജാവിന്റെ കയ്യിൽ നിന്നും ദാനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. മന്ത്രി പോയി കഴിഞ്ഞതും ഗജാഞ്ചി മനസ്സിൽ പറഞ്ഞു, നാളെ നമുക്ക് വളരെ നല്ല ദിവസമാണ്. രാജാവിന്റെ കയ്യിൽ നിന്നും മന്ത്രിയുടെ കയ്യിൽ നിന്നും കാര്യമായി തന്നെ കിട്ടും. അതുകൊണ്ട് കുറെ നാൾ സുഖമായി കഴിയാം. നാളെ തന്നെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യത്തെയും സ്വപ്നം കണ്ട് ഗജാഞ്ചി കിടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ഗജാഞ്ചി രാജാവിനെ കാണാൻ പോയി. രാജാവിന്റെ കയ്യിൽ നിന്നും സ്വർണ്ണ നാരങ്ങ വാങ്ങി ഗജാഞ്ചി മന്ത്രിയുടെ വീട്ടിലേക്ക് യാത്രയായി. തന്റെ വീട്ടിലെത്തിയ ഗജാഞ്ചിയെ മന്ത്രി സ്വീകരിച്ചു. എന്നിട്ട് ദാനം സ്വീകരിക്കാൻ കാത്തിരുന്ന ഗജാഞ്ചിയോട് പറഞ്ഞു, എന്റെ മാതാവിന് കാലിൽ വാതരോഗമായിരുന്നു. മാതാവിന്റെ അവസാനത്തെ നാളുകളായപ്പോൾ വാതരോഗം മൂർച്ഛിച്ചു. മാതാവിന് കാൽവേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുമ്പ് കമ്പി ചൂടാക്കി കാലിൽ വെച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല. മാതാവിന്റെ ആ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇത് കേട്ടതും ഗജാഞ്ചി ഒന്ന് ഞെട്ടി. എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഗജാഞ്ചിയുടെ ഈ ചോദ്യം കേട്ട് മന്ത്രി ഉടൻ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്ന ഇരുമ്പ് കമ്പി കാണിച്ചു കൊടുത്തു. മാതാവിന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലിൽ വെക്കാൻ പോവുകയാണ്. അതിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തിയും കിട്ടും. മന്ത്രി തന്റെ കാലിൽ ചൂട് ഇരുമ്പ് കമ്പി വെക്കുമെന്ന് ഭയന്ന ഗജാഞ്ചി മന്ത്രിയോട് പറഞ്ഞു, അല്ലയോ മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇതൊരിക്കലും സാധ്യമല്ല. ചൂട് ഇരുമ്പ് കമ്പി എന്റെ കാലിൽ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത്? രാജാവിന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം രാജാവ് സ്വർണ്ണ നാരങ്ങ ദാനം ചെയ്യുന്നതിലൂടെ സഫലമാകുമെങ്കിൽ എന്റെ മാതാവിന്റെ ആഗ്രഹവും തീർച്ചയായും ഈ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി നിങ്ങളുടെ കാലുകളിൽ വെക്കുന്നതിലൂടെ സഫലമാകും. ബുദ്ധിശാലിയായ മന്ത്രി തന്നെ തന്ത്രപൂർവ്വം കുടുക്കിയതാണെന്ന് മനസ്സിലാക്കിയ ഗജാഞ്ചി ഉടൻ തന്നെ മന്ത്രിയുടെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു. ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. മാത്രമല്ല ആ സ്വർണ്ണ നാരങ്ങകൾ തിരികെ നൽകിക്കൊണ്ട് മന്ത്രി രാജാവിനോട് പറഞ്ഞു, അല്ലയോ പ്രഭു, നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെ ബുദ്ധിപൂർവമായിരിക്കണം. ഉചിതമായ കൈകളിലാണ് ഇത് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. രാജാവിന് തന്റെ അബദ്ധം മനസ്സിലായി. ഇനി ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് മന്ത്രിക്ക് ഉറപ്പു നൽകി.
മാത്രമല്ല മന്ത്രിയുടെ ബുദ്ധിശക്തിയിൽ അതീവ സന്തുഷ്ടനായ രാജാവ് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം നൽകുകയും ചെയ്തു. ഒരു ദിവസം നമ്മുടെ രാജാവും മന്ത്രിയും കൂടി കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. മന്ത്രി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചാലും പ്രഭു. ജീവിതത്തിൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും സ്വർണ്ണ നാണയമോ നിധിയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? രാജാവിന്റെ ചോദ്യം കേട്ടതും മന്ത്രി നടത്തം നിർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും പ്രഭു. മന്ത്രിയുടെ മറുപടി കേട്ട രാജാവ് ഒന്ന് ഞെട്ടി. അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, അങ്ങന്റെ ചോദ്യത്തിന് ആലോചിക്കാതെയാണ് മറുപടി പറഞ്ഞതെന്ന് തോന്നുന്നു. നിങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതിൽ ആലോചിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല പ്രഭു. ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും. മന്ത്രിയുടെ വാക്കുകൾ കേട്ട രാജാവ് തീർത്തും നിരാശനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരുതിയിരുന്നത് കൊട്ടാരത്തിലെ മറ്റു അംഗങ്ങളെ പോലെ അങ്ങ് അത്യാഗ്രഹിയല്ല എന്നാണ്. പക്ഷേ നിങ്ങൾ എന്റെ ധാരണ തെറ്റിച്ചു. എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയാമോ? രാജാവിന്റെ വാക്കുകൾ കേട്ട മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാനായ അങ്ങയുടെ രാജ്യത്തിൽ നീതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രഭു. അതുകൊണ്ട് തന്നെ എനിക്ക് നീതി പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ അങ്ങയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ നാണയം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്തത്. നീതിമാനായ രാജാവിന് മന്ത്രിയുടെ വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. മന്ത്രിയുടെ ബുദ്ധിവൈഭവത്തിൽ സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. മന്ത്രി, നാമിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം നേരിട്ടറിയാൻ വേണ്ടി ഒന്ന് വേഷം മാറി രാജ്യത്തിലുടനീളം സഞ്ചരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് പറയുന്നു? തീർച്ചയായും പ്രഭു, അത് വളരെ നല്ലൊരു കാര്യമാണ്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അറിയുന്നതിന് അത് വളരെയധികം സഹായിക്കും. ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങനെ രാജാവ് തന്റെ വേഷം മാറി ഒരു കുതിരപ്പുറത്തു കയറി യാത്രയായി. വേഷം മാറിയെത്തിയ രാജാവ് ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു വീടിനു മുൻപിലെത്തിയ രാജാവ് ഒരു കാഴ്ച കണ്ടു നിന്നു. ആ വൃദ്ധനോട് തന്നെ ആദ്യം സംസാരിച്ചു നോക്കാം. രാജാവ് വൃദ്ധന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി രാജാവ് വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിലും മരത്തൈകൾ നടുന്നത്? എന്തായാലും ഈ തൈകൾ മരമായി കായ്ഫലം നൽകാറാവുമ്പോൾ ഒരുപാടാകും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലെന്നും വരാം. നമുക്കിന്ന് ഫലങ്ങൾ തരുന്ന മരങ്ങളൊന്നും ഞാനോ നിങ്ങളോ നട്ടതല്ല, നമ്മുടെ പൂർവികർ നട്ടതാണ്. അവർ ഇതുപോലെ കരുതിയില്ലെങ്കിൽ നമുക്കിന്ന് കഴിക്കാൻ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണോ ഈ തൈകൾ നടുന്നത്? തീർച്ചയായും നമ്മൾ വിതയ്ക്കുന്നതിന്റെ ഫലം നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റാർക്കെങ്കിലും അത് ഉപകരിക്കും. ഇതു കേട്ട രാജാവിന് വൃദ്ധന്റെ സഹജീവികൾക്കും നന്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തിയിൽ അഭിമാനം തോന്നി. വരൂ, നമുക്ക് കൊട്ടാരം വരെ ഒന്ന് പോകാം. കൊട്ടാരത്തിലേക്കോ? എന്തിനെ? നിങ്ങളെ പോലുള്ളവരാണ് ഈ രാജ്യത്തിന് ആവശ്യം. ഞാൻ രാജാവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം വാങ്ങിത്തരാം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പ്രതിഫലം കൊടുക്കുന്ന ഒരാളല്ല ഞങ്ങളുടെ രാജാവ്. നിങ്ങളിപ്പോൾ എന്നെ വിശ്വസിക്കൂ, എന്റെ കൂടെ വരൂ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വൃദ്ധൻ വേഷം മാറിയ രാജാവിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ രാജാവ് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, രാജാവിന് ഇതൊന്നും അറിയാനോ കേൾക്കാനോ നേരമുണ്ടാവില്ല. വേഷം മാറിയ രാജാവ് താൻ ആരാണെന്ന രഹസ്യം വെളിപ്പെടും. വേഷവിധാനങ്ങൾ ഓരോന്നായി അഴിച്ച് രാജാവായി മാറി. തന്റെ മുന്നിൽ നിൽക്കുന്ന
പോകുന്നത് രാജാവാണെന്ന് അറിഞ്ഞ വൃദ്ധൻ വളരെയധികം സന്തോഷിച്ചു. തുടർന്ന് രാജാവ് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിലുള്ളവർക്കെല്ലാം ഒരു മാതൃകയാണ്. രാജാവ് വൃദ്ധന് തന്റെ പ്രവൃത്തിക്കുള്ള സമ്മാനമായി ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നൽകി. ഇത് മറ്റു കുട്ടികൾക്കും പറഞ്ഞുകൊടുത്ത് ഭാവി തലമുറകളെ വളർത്തിയെടുക്കാനും ഉപദേശിച്ചു. പ്രതിഫലം ആഗ്രഹിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക.